നല്ല ലാംഗ്വേജ് സ്കില്ലില്ല. ദാറ്റ് മീൻസ് ഒരു അവർ നെബോഷിൻ്റെ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ നെബോഷിൻ്റെ ഡയറക്റ്റീവ്സിൽ പറയുന്നത് IELTS 6 ബാൻഡ് ഉള്ളവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻറോൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം, നന്നായി വായിക്കാൻ അറിയാം, പക്ഷെ ദേ ആർ ഷൈ ടു സ്പീക്ക്, സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അൽസലാമിനെ സംബന്ധിച്ചിട്ട് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ, അവർക്ക് ഏതാണ് അവർ ചോദിക്കുന്ന ആ ക്വാളിഫിക്കേഷൻ പഠിപ്പിക്കുക, അവരെ വിടുക എന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ്. അവർക്ക് ഇതിന് ശേഷം അവരുടെ കരിയറിൽ അതിനൊരു ബെനിഫിറ്റ് ആവണം, അവർക്ക് നല്ല ജോലി കിട്ടണം, അവരതിൽ സെറ്റിലാവണം എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ 20-25 ഡേയ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഉള്ള സമയത്ത് 70 ദിവസത്തെ ക്ലാസ് അൽസലാം കൊടുത്തിരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നത് വെച്ചാൽ എല്ലായിടത്തും 20 ദിവസം 25 ദിവസത്തെ ക്ലാസ് ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ 70 ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നതാ? അപ്പോൾ അവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ് ഇവർ തരുന്നത് എന്തോ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കോഴ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ നെബോഷ് IDIP Level 6 പ്രോഗ്രാം ആർക്കൊക്കെ പഠിക്കാം, ആരൊക്കെയാണ് എലിജിബിൾ ആവുന്നത് ഈ കോഴ്സിലേക്ക്? IDIP ഈ ഇന്റർനാഷണൽ ഡിപ്ലോമ സത്യത്തിൽ ആർക്കും പഠിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കൽ തിങ്കിങ് ഉള്ള, നല്ല IQ ലെവലുള്ള, IELTS 6 ബാൻഡ് സ്വന്തമാക്കാൻ സാധിക്കുന്ന ആർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അതിനൊരു ഗൈഡ് ലൈൻസ് ഒന്നും നോർമലി നെബോഷിൽ ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് തുടങ്ങാം. ദാറ്റ് മീൻസ് ഒരു അത്യാവശ്യം ബേസിക് ക്വാളിഫിക്കേഷനുള്ള നല്ല ലാംഗ്വേജ് സ്കില്ലില്ല. ദാറ്റ് മീൻസ് ഒരു അവർ നെബോഷിൻ്റെ ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ നെബോഷിൻ്റെ ഡയറക്റ്റീവ്സിൽ പറയുന്നത് IELTS 6 ബാൻഡ് ഉള്ളവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻറോൾ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. ബട്ട് നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം, നന്നായി വായിക്കാൻ അറിയാം, പക്ഷെ ദേ ആർ ഷൈ ടു സ്പീക്ക്, സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവായിട്ട് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ക്ലാസ് ഒക്കെ എടുത്ത് അതിനകത്ത് അവർ നല്ല പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോർമൽ. അല്ലെങ്കിൽ ഒരു 85% അബോവ് മാർക്കുള്ള ഇംഗ്ലീഷിൽ അക്കാദമിക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ സെലക്ഷൻ എടുക്കാം. IDIP നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നാണ്, അതായത് ഇത് പറയുന്നത് അൽസലാമയുടെ ഒരു ക്രൈറ്റീരിയയാണ്, നമ്മളൊന്നും കൂടി സ്ക്രീൻ ചെയ്യും. ദാറ്റ് മീൻസ് IGCക്ക് എത്ര മാർക്ക്, ഏത് ക്രെഡിറ്റ് സ്കോറാണ് കിട്ടിയിരിക്കുന്നത്, എത്ര പോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ച് പോയിട്ടുള്ള കുട്ടികൾക്ക്. ഫ്രഷേഴ്സിനും പഠിക്കാൻ പറ്റും, അത് ഞാൻ പറയാം. ഇപ്പോൾ നോർമലി ഒരാൾ പഠിച്ച് IGC കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ അപ്ഗ്രഡേഷന് വേണ്ടി, നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു പ്രൊഫഷൻ ചേഞ്ചിന് വേണ്ടി വരുന്ന കുട്ടികളെ നമ്മളെടുക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷിൻ്റെ കോൺവെർസേഷൻ, അവർക്ക് എക്സ്പീരിയൻസസ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മെമ്പർഷിപ്പ് ഉണ്ടോ. ഒരുപാട് മെമ്പർഷിപ്പുകൾ അവൈലബിൾ ആണ് ഇന്ന് നമ്മുടെ ഗ്ലോബലി. ഈ മെമ്പർഷിപ്പ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡർഡൈസേഷനാണ്. നോർമലി ഓരോ കമ്പനിക്കും അവരുടെ എംപ്ലോയീസിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരും. ഇപ്പോൾ ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യാറില്ല ഞങ്ങളുടെ എംപ്ലോയീസ് മുഴുവൻ ഇന്നൊരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ്. കാരണം അവർക്കത് സസ്റ്റെയിൻ ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെ നോർമലി എന്ത് ചെയ്യും, അവർക്ക് കിട്ടുന്ന എംപ്ലോയീസിനെ എടുത്ത്, അല്ലെങ്കിൽ അവർ ആ ഒരു ക്രൈറ്റീരിയ അങ്ങനെ വലിയ എന്താ പറയുക ഒരു ഹഡിലായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെ അവരെടുക്കും. കമ്പനി വളരുന്നതിനനുസരിച്ച് നോർമൽ കേസിൽ അവരുടെ സ്റ്റാൻഡർഡൈസേഷൻ മാറ്റിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾ ISO സർട്ടിഫിക്കേഷൻ ഒന്നും എടുക്കുന്ന നിർബന്ധമല്ല. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ISO സർട്ടിഫിക്കേഷൻ, അതുപോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഇതൊക്കെ അവർ കൊണ്ടുവരും. ഇതേപോലെ തന്നെയുള്ള സ്റ്റാൻഡർഡൈസേഷനാണ് നോർമലി മെമ്പർഷിപ്പ്. അതിൽ കുറേ മെമ്പർഷിപ്പുകളുണ്ട്. ഇപ്പോൾ IGC കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ടെക്കയോഷ് മെമ്പർഷിപ്പിലേക്ക് പോവാം, അസോസിയേറ്റ് മെമ്പർഷിപ്പുകളിലേക്ക് പോവാം. ഈ IDIP ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് നോർമൽ കേസിൽ ഗ്രാഡുവേഷൻ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഈ തരത്തിലുള്ള മെമ്പർഷിപ്പുകളൊക്കെ കിട്ടാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനുകൾ ഉണ്ടോ എന്നും കൂടി നമ്മൾ
സെർച്ച് ചെയ്യാറുണ്ട്. കാരണം ഇവർ ഭാവിയിൽ ഏറ്റവും നല്ലൊരു കമ്പനി, ഒരു 6 സിഗ്മ ഗ്രീൻ ബെൽറ്റ് ഒക്കെ ഉള്ള കമ്പനിയിൽ ഒരു സർട്ടിഫിക്കേഷനാണ്. ആ ഒരു വലിയ ടൈപ്പ് ഓഫ് കമ്പനികളിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവിടേക്ക് ജോലി ചെയ്യാൻ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കുമോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കാറുണ്ട് നോർമൽ കേസിൽ. ഇനി ഫ്രഷേഴ്സിൻ്റെ കേസാണെങ്കിൽ നോർമൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രഷേഴ്സിന് പറയുന്ന ഒന്നൊരു BTech MTech അല്ലെങ്കിൽ BTech MBA അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു MBA ഹോൾഡർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വരുന്നതെങ്കിൽ ഫ്രഷേഴ്സിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് ലാംഗ്വേജ് എപ്പോഴും മസ്റ്റാണ്, നിർബന്ധമാണ്. അതുപോലത്തെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയും നമ്മുടെ ഒരു ഭാഗമാണ്. പിന്നെ അവരെങ്ങനെ സംസാരിക്കുന്നു, ലാംഗ്വേജിൻ്റെ ഒരു പ്രൊഫഷൻസി എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അൽസലാമ, ഇത് നബൂഷ് പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല പറയണത്, ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ എലിജിബിലിറ്റി എന്ന് പറയും. പക്ഷേ ഇത് നല്ല കോമൺ സെൻസ് നല്ല ലോജിക്കൽ തിങ്കിങ് ഒരു കേപ്പബിലിറ്റി, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കേപ്പബിലിറ്റി ഉള്ള ആർക്കും ഈ കോഴ്സിലേക്ക് വരാം. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എപ്പോഴും ഒരു ഡിഗ്രി ഉണ്ടായാൽ വെൽ ബെറ്റർ, അത്രേ ഉള്ളൂ ശരിക്കും. ഡിഗ്രി തന്നെയാണ് നമ്മളും എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് IDP ചെയ്യാനായിട്ട്. അതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ, അൽസലാമയുടെ ഒരു ക്രൈറ്റീരിയ അങ്ങനെയാണ്. ബാക്കി കോഴ്സുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ എൻക്വയറി ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒരു +2 വെച്ചിട്ട് നെഗോഷ്യേറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളോട് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ +2 ജസ്റ്റ് 1 മന്തിൻ്റെ നെഗോഷ്യൻ്റെ ലെവൽ 3 കോഴ്സ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മളവിടെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു 1 ഇയർ ഡിപ്ലോമയും നെഗോഷ്യം കൂടെ ചെയ്യാനാണ്. ഇനി അല്ല ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ, അരിയറുള്ള കുട്ടികൾ വരാം, BTech കഴിഞ്ഞവരൊക്കെ അരിയറുള്ളവർ വരുമ്പോഴും അവരെ സംബന്ധിച്ചിട്ട് അവർ BTechും ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്ത് അരിയർ ഉണ്ടെങ്കിൽ പോലും അവരെ പറയുന്നത് ശരിക്കും +2 ക്വാളിഫിക്കേഷനാണ്. കാരണം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അവരൊരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അവരെടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്മുടെ ഒരു 4 മന്ത്സിൻ്റെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ സേഫ്റ്റി എന്ന് പറയുന്നൊരു കോഴ്സ് ചെയ്ത് ഒരു ബേസിക് ലെവൽ ക്വാളിഫിക്കേഷൻ എടുത്ത് നെഗോഷ്യം എടുത്ത് ജോബിലേക്ക് പോകാനാണ്. കാരണം പഠിക്കുക മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അൽസലാമിനെ സംബന്ധിച്ചിട്ട് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ അവർക്ക് ഏതാണ് അവർ ചോദിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ പഠിപ്പിക്കുക, അവരെ വിടുക എന്നുള്ളതല്ല നമ്മുടെ കോൺസെപ്റ്റ്. അവർക്ക് ഇതിന് ശേഷം അവരുടെ കരിയറിൽ അതിനൊരു ബെനിഫിറ്റ് ആവണം, അവർക്ക് നല്ല ജോലി കിട്ടണം, അവരതിൽ സെറ്റിൽ ആവണം എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. സെയിം ഇവിടെ IDPയിൽ വരുമ്പോഴും അത് തന്നെയാണ്. കാരണം ഒരു മിനിമം ഒരു ഡിഗ്രിയോ BTechോ അല്ലെങ്കിൽ MBA ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സിനാണ്, അല്ലെങ്കിൽ നെബോഷ് കഴിഞ്ഞ് അത്യാവശ്യം 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണ് നമ്മൾ IDP സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർ IDP ചെയ്തിട്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ ക്വാളിറ്റി കൂടിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ സീരീസിൽ ഞാൻ പറഞ്ഞു, നമ്മളൊരു സ്റ്റുഡന്റിനെ പഠിപ്പിച്ചിറക്കുകയാണെങ്കിൽ അവര് ഒരു നല്ല കരിയർ എത്താൻ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു എല്ലാ സ്റ്റുഡൻസും. അതുകൊണ്ട് തന്നെ അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റുഡൻസിന് ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ. റിസൾട്ട് കൊണ്ട് നമുക്ക് എല്ലാ ബാച്ചസിലും റിസൾട്ട് ഉണ്ട്. ഈവൻ നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാത്രം ഒരു ആസ്പെക്റ്റ് നോക്കിയിട്ട് ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ പിടിച്ച് നെഗോഷ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല എന്ത് നല്ല റിസൾട്ട് കൊണ്ടുവരണം എന്നുള്ളത് പറയാൻ പറ്റില്ല. അവർക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരണമെങ്കിൽ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസ് അത് പഠിക്കണം. എല്ലാത്തവരാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളവരെ മോൾഡ് ചെയ്ത്, ക്വാളിറ്റി ഇല്ലാത്തവരാണെങ്കിലും നമ്മളവരെ മോൾഡ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാംഗ്വേജും ഹിന്ദിയും ഒക്കെ ലാംഗ്വേജ് സ്കിൽ ക്ലാസ്സസ് കൊടുത്ത് ഈവൻ നമ്മുടെ 1 ഇയർ ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ സ്കിൽ ട്രെയിനിങ് വരെ കൊടുക്കുന്നുണ്ട്. മെയിൽ അയക്കുന്നത് എങ്ങനെയാണ്, ഒരു ഒഫീഷ്യലി ഒരു ലീവ് എങ്ങനെ അപ്ലൈ ചെയ്യും, ഇതിനെക്കുറിച്ച് പോലും ബേസിക് സ്കിൽസ് പോലും ധാരണയില്ലാത്ത കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ അവരെയും നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. അവർക്ക് നമ്മൾ ആ ബേസിക് സ്കില്ല് കൊടുക്കുകയാണ്. അവർക്കതില്ലാത്തത് അവരുടെ ഒരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പഠിച്ചു വന്ന സാഹചര്യം, അവർ പഠിച്ച കറിക്കുലം അല്ലെങ്കിൽ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതൊക്കെ ഇതിന് മാറ്റർ ആവാം. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവരെ ഓവർകം ചെയ്യാവുന്ന രീതിയിൽ നമ്മളിവിടെ ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ള ഫാസ്റ്റ് ട്രാക്ക് സർട്ടിഫിക്കേഷൻസിനെയും നമ്മൾ ഷോർട്ട് കട്ട്സിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 6 മാസം പഠിക്കുക അല്ലെങ്കിൽ 1 ഇയർ പഠിക്കുക, 1 ഇയറിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുക. അതിനും കുറവ് ഡ്യൂറേഷനിലേക്ക് പോകാനൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് സ്ട്രക്ചർ എങ്ങനെ, ക്ലാസ്സസിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെ അൽസലാമയിൽ വരുമ്പോൾ? നമുക്ക് IDP, അതെ IDPയിൽ ശരിക്കും IDPൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരാൾക്ക് 6 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നോർമൽ 1 ഇയർ ഡിപ്ലോമയാണ് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ
ഡിപ്ലോമയാണ്, ഇന്റർനാഷണൽ ഡിപ്ലോമയാണ്. 1 ഇയർ കൊണ്ട് നമുക്ക് എടുക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അപ്പോൾ 6 മാസം കൊണ്ട് എടുക്കുന്നവരുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് DI1, DI1ൻ്റെ ഉള്ളിൽ 2 എക്സാമിനേഷൻസ് ഉണ്ട്. ഒരു അസസ്മെൻറ്റും ഉണ്ട്, ഒരു ഓപ്പൺ ബുക്ക് എക്സാമും ഉണ്ട്. അപ്പോൾ DI1ൻ്റെ സബ്ജക്റ്റിന് തന്നെ, ആ ഒരു സബ്ജക്റ്റിന് തന്നെ നമ്മൾ 1 മന്തിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തെ ക്ലാസ്സസ് കഴിഞ്ഞ് ഒരു 15 ദിവസം അവർക്ക് അസസ്മെൻറ്റിനുള്ള ടൈം എടുത്ത് അതിന് ശേഷമാണ് അവർ എക്സാമിനേഷനിലേക്ക് പോകുന്നത്. ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അടുത്തൊരു ബാച്ചിൻ്റെ കൂടെ DI3 എക്സാമിനേഷൻ എഴുതാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ DI2ൻ്റെ എക്സാമിൻ്റെ സമയം കഴിയും. അപ്പോൾ നമ്മൾ DI3 എക്സാം എഴുതി. അപ്പോൾ DI2ൻ്റെ എക്സാമിനേഷൻ അല്ല, ശരിക്കും DI2ൻ്റെ നമ്മൾ DI1ൻ്റെ സബ്മിഷൻ നടക്കുന്ന സമയത്തായിരിക്കും നോർമലി ഞങ്ങളുടെ DI2ൻ്റെ ക്ലാസ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ സജസ്റ്റബിൾ അല്ല. ദാറ്റ് മീൻസ് അവരോട് നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ഇവിടെ വേണ്ടത് നമ്മുടെ കഴിവ്, പരമാവധി കഴിവ് എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോളേജിനെ എടുക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, വി കൻ ടോക്ക് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരമാവധി സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ എക്സാമിനേഷൻ പോസ്റ്റ്പോൺ ചെയ്യുക. അതായത് നമുക്ക് ഇത് എഴുതി ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് അവർ കൊടുക്കുന്നൊരു അഡ്വൈസ് എന്ന രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DI2ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് DI1ൻ്റെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ സബ്മിഷൻ്റെ ടൈമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഇവിടെ DI2ൻ്റെ ക്ലാസ് തുടങ്ങും. നമ്മളത് സജസ്റ്റ് ചെയ്യുന്ന DI3യുടെ ക്ലാസ്സസിലേക്ക് പോവുക, അതിൻ്റെ എക്സാമിനേഷൻ എഴുതുക, അതിനുശേഷം DI2ലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കും കൊണ്ടുപോകാൻ പറ്റും. റിലാക്സ്ഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ട ടൈം കൊടുത്ത് നമുക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാ സബ്ജക്ട്സിനും DI1ഉം DI2ഉം DI3ക്കും 3 സബ്ജക്ട്സിനും 30 ഡേയ്സിൻ്റെ തന്നെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും 90 ഡേയ്സ്. പക്ഷെ അത് ഓരോ എക്സാമിനേഷൻസ് അനുസരിച്ചിട്ടാണ് അവർക്ക് അത് പോകുന്നത്. കണ്ടിന്യൂസ് 90 ഡേയ്സ് ക്ലാസ് അല്ല. ഒരു 30 ഡേയ്സ് കഴിഞ്ഞ് അതിൻ്റെ എക്സാം സബ്മിഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് അടുത്ത 30 ഡേയ്സിൻ്റെ ക്ലാസ്, അങ്ങനെ ആ ഒരു ഇതിലാണ് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആളുടെ ഒരു വർക്ക് പ്രൊഫൈലിൽ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്ന് ആൾക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ആൾക്ക് DI1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, DI1 സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ആളുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയി പോയി ഒരു 4 മാസവും 5 മാസവും കഴിഞ്ഞിട്ട് ആൾക്ക് വേണമെങ്കിൽ വന്ന് DI2 ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലെന്ന് ചോദിച്ചാൽ ചെറിയൊരു കണ്ടിന്യൂറ്റി തന്നെ ഉള്ളൂ. ഭയങ്കരമായിട്ട് നമുക്ക് ഒക്കെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആയതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് നമുക്ക് സെക്കൻഡ് സബ്ജക്റ്റിലേക്ക് കയറാം. അതിൻ്റെ എക്സാം എഴുതി കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും തേർഡ് സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോൾ കരിയറിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ കരിയറിലേക്ക് വേണ്ട അടുത്തൊരു കോഴ്സ് ചെയ്ത് സേഫ് ആവാം, കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സൺഡേസൊക്കെ ഉള്ള ബാച്ച് എന്ന് വെച്ചാൽ വീക്കെൻഡ് ബാച്ചസ്. അതിൽ എവറി സൺഡേസ് എനിക്ക് വേണേൽ ഒരു കോഴ്സിന് നമുക്കൊരു 11 സൺഡേസോട് കൂടെ തന്നെ നമുക്ക് ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യാം. ഫുൾ ഡേ ക്ലാസ്സസ് ആണ്. 8 hours 730 hours 7.5 മണിക്കൂറൊക്കെ ക്ലാസ് നമുക്ക് അതിന് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ക്ലാസ്, അതിനിടയിൽ ബ്രേക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ വീക്കെൻഡ് ക്ലാസ്സസ് അപ്പോൾ അങ്ങനെയും നമുക്ക് നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സൺഡേസ് ആയിരിക്കും ഫ്രീ ആവുക. അപ്പോൾ ആ സൺഡേ ഒക്കെ രാവിലെ ഇപ്പോൾ ചർച്ചിൽ പോകേണ്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സൺഡേസ് ഒരു വൈകിട്ട് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി വരെയാണ് ക്ലാസ്സസ് വരുന്നത്, 10 വരെ. അപ്പോൾ 10 വരെയുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് അങ്ങനെയും ഒരു കോഴ്സ് ചെയ്യാം എന്ന രീതിയിലല്ല. നമ്മൾ ഒരു എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ്, ലേണിംഗ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സസിനും ഒരേ പാറ്റേൺ തന്നെയാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ DI1 കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കും. പക്ഷേ നമ്മളെല്ലാത്തിനും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും ഒരേ അവേഴ്സ് ഒക്കെ വെച്ച് കുറച്ചും കൂടി കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ് പാറ്റേൺ പോകുന്നത്. അതിൽ നമ്മുടെ കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസസ് അങ്ങനെയാണ്. ഒരു ബാക്കിയുള്ള സ്ഥലം ഞാനത് പറയുന്നില്ല, എന്നാലും 15 ക്ലാസ്സും 20 ക്ലാസ്സും കൊടുക്കുന്നതോടത്താണ് നമ്മൾ 30 ഡേയ്സിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പിന്നെ അൽസലാമയുടെ ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു 70 ദിവസത്തെ ക്ലാസ്സിലാണ്. 70 ഡേയ്സ്, അതായത് മാർക്കറ്റിൽ 20-25 ഡേയ്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഉള്ള സമയത്ത്
70 ദിവസത്തെ ക്ലാസ് അൽസലാമ കൊടുത്തിരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്നത് വെച്ചാൽ എല്ലായിടത്തും 20 ദിവസം 25 ദിവസത്തെ ക്ലാസ് ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ 70 ദിവസത്തെ ക്ലാസ് കൊടുക്കേണ്ടതാ? അപ്പോൾ അവരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്ലാസ് ഇവർ തരുന്നത് എന്തോ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് എന്താണ്, അത് അവർക്ക് തന്നെ ബെനിഫിറ്റഡ് ആണ്. കാരണം നമുക്കിപ്പോൾ 70 ദിവസം കൊടുക്കുന്നതിന് പകരം ഒരു മാസം ഒരു ബാച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം കൊണ്ട് നമുക്ക് 2 ബാച്ച് കംപ്ലീറ്റ് ചെയ്യാം. അവിടെ നമ്മൾ 2 മാസം കൊണ്ട് ഒരു ബാച്ചാണ് കംപ്ലീറ്റ് ചെയ്യണത് 70 ദിവസം എന്ന് പറയുമ്പോൾ. ഇത് 2 മാസത്തിലേറെ പോയി നമ്മുടെ ആ ഒരു 70 ദിവസത്തെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഓൺ ടെക്സ്റ്റ് ബുക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഇത് കുട്ടികൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു കരിക്കുലവും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അനുസരിച്ച് അവർക്കൊരു ഈസി ലേണിംഗ് നടക്കാറുണ്ട്. കാരണം മുന്നേ ഓഫ്ലൈൻ എക്സാംസ് ഒക്കെ ആയിരുന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇത് നോർമൽ എക്സാമിനേഷൻ ടൈമിന് മുന്നേ എക്സാം എഴുതി പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു 70 ദിവസത്തെ ട്രെയിനിങ്സിൻ്റെ ഒരു ബെറ്റർമെൻറ്റാണ്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിക്കുന്നതിനെക്കാട്ടും ബെറ്റർ കുറച്ചായിട്ട് അതിനെ അവരിലേക്ക് ഫീഡ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കത് ഗെയിൻ ചെയ്യാനും പറ്റും. കാരണം ഭയങ്കര ഹൈലി പ്രൊഫഷണൽസ് അല്ലല്ലോ ഈ കോഴ്സ് ചെയ്യാൻ വരുന്നത്. നല്ല പൊസിഷനിലും നല്ല പഠിക്കുന്ന ഒരു നമ്മളെല്ലാവരും പറയുന്ന പോലെ ബുജ്ജി പോലുള്ള ഒരാളൊക്കെ വന്നിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാൻ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആളുടെ ഫീൽഡിൽ ആൾ ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആൾക്ക് വേണമെന്ന് ആവശ്യം ഉണ്ടായിരിക്കില്ല. കരിയറിൽ എന്തെങ്കിലും സെറ്റ് ആവണമെന്നും രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവർ ആണ് മേ ബി നമ്മുടെ കൂടുതൽ വരുന്ന ഓഡിയൻസ്. അവർക്കൊരു ഇനഫ് ടൈം കൊടുക്കണം അതൊന്ന് ക്വാളിഫൈഡ് ആവാൻ. അതൊക്കെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. സോ ഫൈനലി അൽസലാമ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസിന്റെ നെബോഷ് ഐഡിപ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ആയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്നാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് November 17th November 17 ഫസ്റ്റ് ബാച്ച് ലോഞ്ച് ചെയ്യാനല്ലേ? നവംബർ തന്നെ 23rd നമ്മളൊരു വീക്കെൻഡ് ബാച്ചും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചസ് നോർമൽ കേസിൽ നവംബറിൽ ലോഞ്ച് ആവും. ഒന്ന് വീക്കെൻഡ് ബാച്ചും ഒന്ന് വീക്ക് ഡേ ബാച്ചും. രണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഒക്കെ എടുക്കാൻ എങ്ങനെ? ഇതിന് ഇപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഇതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമുമായി നമ്മൾ വരുന്നുണ്ട്. ദാറ്റ് മീൻ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാത്തിനും അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഐഡിപ് കോഴ്സിൻ്റെ റിവീലിംഗ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതിനകത്തുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ അനൗൺസ്മെൻറ്റ് ബാച്ച് ഷെഡ്യൂൾ അനൗൺസ്മെൻറ്റ് വരും. അനൗൺസ്മെൻറ്റ് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ ബാച്ച് ഷെഡ്യൂൾസും അതിൻ്റെ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരു വലിയൊരു റിവീലിംഗ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ബിഗ് റിവീലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് വേണം ആ ഒരു റിവീലിംഗ് വീഡിയോന് ശേഷമായിരിക്കും നമ്മുടെ വ്യൂവേഴ്സ് ഈ ഒരു പോഡ്കാസ്റ്റും ഈ ഒരു സീരീസും കാണാൻ പോകുന്നത്. ഇനിയും എന്തായാലും നമ്മുടെ നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മൾ എന്താ പറയുക തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു കോഴ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതെ താങ്ക് യു. പിന്നെ പോകുന്നതിന് മുന്നേ നമ്മുടെ നെബോഷ് ഐഡിപ്പ് കോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ ഈ ഒരു സീരീസ് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം ഇതൊരു ഓപ്പൺ ഡിസ്കഷനാണ്. നെബോഷ് ഐഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ഐഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാം, അത് ചെയ്യാനുള്ള സിലബസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ഇതിൽ ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പുതിയ ടോപ്പിക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ ചാറ്റ് ചെയ്യാം, ഇമെയിൽ അയക്കാം, അല്ലെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പേഴ്സ് ഇതിനകത്ത് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഓഫീസസിലേക്ക് വിസിറ്റ് ചെയ്യാം. കേരളത്തിൽ 5 മേജർ ലൊക്കേഷൻസിൽ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള മേജർ ലൊക്കേഷൻസിൽ നമ്മുടെ ബ്രാഞ്ചുകളുണ്ട്. 5 ബ്രാഞ്ച് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. 2 ബ്രാഞ്ചും കൂടി ഈ ഒരു വർഷം തന്നെ അതും ലോഞ്ച് ആവും. അപ്പോൾ 7 ബ്രാഞ്ചുകളിലേക്ക് ഈ വർഷം നമ്മൾ എത്തും. എക്സ്പാൻഡ് ചെയ്യാം.